ഇപ്പൊ പലർക്കും പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടല്ലേ. അതായത് ചിലർ നോക്കുകയാണെങ്കിൽ ഗ്യാസ്, അസിഡിറ്റി, IBS പോലെയുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. മറ്റു ചിലർ നോക്കുകയാണെങ്കിൽ ഷുഗർ കുറഞ്ഞു വരുന്നില്ല, BP നോർമൽ ആയിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ വേറെ ചിലർക്ക് ഹെയർ ഫോൾ ആണെങ്കിൽ മറ്റു ചിലർക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ആസ്തമ, PCOD, ഫാറ്റി ലിവർ, തടി നന്നായിട്ട് കൂടി വരിക, യൂറിക് ആസിഡ് കൂടി വരിക എന്നിങ്ങനത്തെ പറയുന്ന പലതരം പ്രശ്നങ്ങളും പല ആളുകളും വളരെ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അതും ചെറിയ വയസ്സിൽ തന്നെ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഈ പറയാൻ പോകുന്ന ഈ ഒരു റുട്ടീൻ നിങ്ങളിത് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രശ്നങ്ങൾ എന്ത് തരം പ്രശ്നങ്ങളാണെങ്കിലും അത് സ്വയമായിട്ട് തന്നെ ഹീൽ ആവാനായിട്ട് തുടങ്ങും. നോർമലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ സ്വയമായിട്ട് തന്നെ അതിനെ കഴിക്കാനായിട്ട് ആരംഭിക്കും. നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ഒരു പ്രാണശക്തി ഉണ്ട്. ഈ ഒരു പ്രാണശക്തി നമ്മുടെ ശരീരത്തിനെ എന്നും നമ്മുടെ കോശങ്ങളെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ അതിനൊരു സമയം കൊടുക്കുന്നില്ല. അതാണ് ശരിയായിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, രാത്രി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ തന്നെ പോയി കിടന്നുറങ്ങുന്നവരാണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും. അപ്പൊ ഈ ഒരു സമയത്ത് രാത്രി നമ്മുടെ ശരീരം ഹീൽ ആവേണ്ട ഒരു സമയത്ത് ഇത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റൂട്ടീൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്താ ഉണ്ടാകുക? നമ്മുടെ ശരീരത്തിന് ഹീൽ ആകാനായിട്ട് ഒരു സമയം കിട്ടില്ല. അതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക രോഗങ്ങളും പതുക്കെ പതുക്കെ വരാനും തുടങ്ങും. എന്നാൽ ഇതിനെ തടയാൻ സഹായിക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഓട്ടോഫേജി എന്ന് പറയുക. ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ്, ഫേജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റിംഗ്, സെൽഫ് ഈറ്റിംഗ്. അതായത് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ സ്വയം അത് കഴിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ് ആണിത്. ജപ്പാനീസിലെ ഒരു ബയോളജിസ്റ്റ് റിസർച്ച് സ്റ്റഡീസിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണിത്. ഓട്ടോഫേജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് എനർജി, അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് എനർജിയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായിട്ടുള്ള കോശങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ഡാമേജ് ആയിട്ടുള്ള കോശങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ക്യാൻസർ സെൽസ്, നമ്മൾ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ്, പ്രോട്ടീൻ, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് റീസൈക്കിൾ ചെയ്ത് റിപ്പയറിങ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ഓട്ടോഫേജി എന്ന് പറയുക. പക്ഷെ ഇത് കൂടുതലായിട്ട് നടക്കുന്നത് ഏത് സമയത്താ? വെറും വയറ്റില്, അതായത് വയറ് കാലിയാകുന്ന സമയത്താണ് ഈ ഒരു പ്രോസസ്സ് നടക്കുക. ഇതിന് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സമയം ഏതാ? രാത്രി സമയം. നമ്മുടെ ആയുർവേദത്തിലുണ്ടല്ലോ, സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു സമയം ഉണ്ടല്ലോ, പീക്കായിട്ട് നിൽക്കുന്ന ഒരു സമയം, അതായത് ഉച്ച സമയം. ആ സമയത്ത് നമ്മുടെ അഗ്നി നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ സമയത്ത് നമ്മൾ എന്ത് തന്നെ ഭക്ഷണം കഴിച്ചാലും നല്ല രീതിയിൽ ദഹിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ സൂര്യൻ അസ്തമിച്ച് വരുന്ന സമയത്ത് പതുക്കെ പതുക്കെ നമ്മുടെ ദഹനശക്തിയും കുറഞ്ഞു കുറഞ്ഞു വരും. സ്പെഷ്യലി നോക്കുകയാണെങ്കിൽ രാത്രി സമയത്തൊക്കെ നമ്മുടെ ദഹനശക്തി വളരെ പൂർ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് തന്നെ കാര്യങ്ങൾ കഴിച്ചാലും ദഹിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടൊക്കെ ലേറ്റ് ആയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കും. മാക്സിമം ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് പലതരം രോഗങ്ങൾ നിങ്ങൾക്ക് വരുന്നതും അത് മാറാത്തതും. അപ്പൊ നിങ്ങളുടെ റുട്ടീനിൽ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്താ? നേരത്തെ ഡിന്നർ കഴിക്കാനായിട്ട് നോക്കുക. രാത്രിയിലത്തെ ഭക്ഷണം നേരത്തെ കഴിക്കാനായിട്ട് നോക്കുക. ബോളിവുഡ് ആക്ടർ ആയിട്ടുള്ള അനുഷ്ക ശർമ്മ അവരുടെ ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. I eat early dinner, and I think it's doing wonders to by 5:36 dinner's done. And I started to see the benefit that came out of it, which was I slept better, I felt fresher in the morning, less brain fog. ഇതിൽ അനുഷ്ക പറയുന്നത് അവർ ഏകദേശം ഒരു 5 മണി മുതൽ 6 മണിക്കുള്ളിൽ അവരുടെ ഡിന്നർ ഫിനിഷ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അതിലൂടെ ധാരാളം ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട് എന്ന് അവരും പറയുന്നുണ്ട്. ഈവൻ അനുഷ്ക മാത്രമല്ല, ധാരാളം സെലിബ്രിറ്റീസ് വരെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു പേരിൽ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് നമ്മളിതിനെ വിളിച്ചു വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ രാത്രി നേരത്തെ ഇങ്ങനെ ഡിന്നർ കഴിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാകുക? ഡിന്നർ കഴിച്ച് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഭക്ഷണം ദഹിക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ 2-3 മണിക്കൂറിനുള്ളിൽ ഭക്ഷണമൊക്കെ ദഹിച്ചു കഴിയുമ്പോഴേക്കും പല ആളുകളും ഒരു 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങുന്നവരുണ്ട്, പലരും 11 മണിക്ക് 12 മണിക്കൊക്കെ കിടന്നുറങ്ങുന്നവരുണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മൾ കഴിച്ച ഭക്ഷണം മുഴുവൻ ദഹിക്കുകയും ഈ ഒരു ഭക്ഷണം ആമാശയത്തിൽ നിന്ന് കുടലിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ഇവിടെയാണ് നമ്മുടെ ഓട്ടോഫേജി വർക്ക് ആവുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ കോശങ്ങൾ പതുക്കെ പതുക്കെ റിപ്പയർ ആവുകയും എന്തെങ്കിലും നശിച്ചിട്ടുള്ള കോശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ കോശങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കാര്യം നടക്കുന്നത് ഈ ഒരു സമയത്താണ്. നിങ്ങൾ നിങ്ങളുടെ രോഗങ്ങൾ, പല രോഗങ്ങൾക്കായിട്ട് ധാരാളം മരുന്നൊക്കെ കഴിച്ചു, പക്ഷെ എന്നിട്ട് നിങ്ങൾക്ക് യാതൊരു റിസൾട്ട് കിട്ടുന്നില്ല. ഈവൻ തടി കുറയ്ക്കാനായിട്ട് കാലറി നന്നായിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ വരെ നിങ്ങൾ ഈ പറയുന്ന ഒരു മെത്തേഡ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നോക്കി. നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടും. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് എന്തായാലും കാണാനായിട്ട് പറ്റും. എന്തൊക്കെ ചേഞ്ച് കാണാൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കത്തിൽ നല്ലൊരു മാറ്റം കിട്ടും. നല്ലൊരു എനർജറ്റിക് ആയിട്ട് എഴുന്നേക്കുന്നത് വരെ നിങ്ങളുടെ ദഹനം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. തടി കുറയാനായിട്ട് സഹായിക്കും. ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഹാർട്ട് അറ്റാക്കിന്റെ ചാൻസസ് വളരെയധികം കുറയും. എന്നിങ്ങനെ പറയുന്ന ധാരാളം ചേഞ്ചസ് ആണ് ഈ ഒരു മെത്തേഡിലൂടെ
നമുക്ക് ലഭിക്കുക. പിന്നെ ഈ ഒരു കാര്യം പുതിയ ട്രെൻഡ് ഒന്നും അല്ല കേട്ടോ, നമ്മൾ പണ്ട് മുതലേ പല ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ പേര് കുറച്ചൊന്ന് ചേഞ്ച് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു ജെന്യൂൻ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. ഒന്നാമത്തെ ഒരു കാര്യം, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഡിന്നർ കഴിച്ചാൽ നമുക്ക് വിശക്കില്ലേ എന്നുള്ളൊരു കാര്യം. നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച ഒരു 4-5 ദിവസം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ തോന്നുമായിരിക്കും. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് 9 മണി 10 മണിക്ക് സമയത്ത് നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ 6 മണിക്കൊക്കെ ഡിന്നർ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു കാര്യം, ഒരു 2-3 ഗ്ലാസ് വിശക്കുന്ന സമയത്ത് 2-3 ഗ്ലാസ് വെള്ളം നന്നായിട്ട് കുടിക്കുക. പക്ഷേ വെള്ളം കുടിച്ചിട്ട് നിങ്ങളുടെ വിശപ്പ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ കാര്യം ചെയ്യാം. ഒരു ഗ്ലാസ്സിലുണ്ടല്ലോ ഒരു 2-3 ഡ്രോപ്പ് ചെറുനാരങ്ങയും 1 ടീസ്പൂൺ തേനും കുറച്ചൊരു ഇന്ദുപ്പും കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളം കുടിച്ചിട്ട് നിങ്ങളുടെ വിശപ്പ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം നിങ്ങൾക്ക് കഴിക്കാം. അപ്പോ എഗെയിൻ ഞാൻ പറയാണ്, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പതുക്കെ പതുക്കെ നമ്മുടെ മൈൻഡിനും നമ്മുടെ ശരീരത്തിനും മനസ്സിലാകും, ഈ ഒരു സമയമാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ പതുക്കെ പതുക്കെ ഒരു ശീലമായിട്ട് മാറും. ഓട്ടോമാറ്റിക്കലി ഒരു 6 മണി ആവുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി രാത്രിയിലത്തെ സിഗ്നലും കിട്ടി തുടങ്ങും. ഇനി രണ്ടാമത്തെ ഡൗട്ടാണ്, പല ആളുകളും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ്, പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ അവരെന്താണ് ചെയ്യാന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടാകും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാമത്തെ ഒരു ഓപ്ഷൻ, നിങ്ങൾ ഈ 4 മണി സമയത്ത് എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യില്ലേ, ചായയൊക്കെ കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചായക്ക് പകരമായിട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി ഡിന്നർ തന്നെ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അതായത് കുറച്ച് ഹെവി ആയിട്ട് ചപ്പാത്തി, അതിന്റെ കൂടെ എന്തെങ്കിലും കറി, അല്ലെങ്കിൽ റോള് പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഹെവി ആയിട്ട് നിങ്ങൾ രാത്രിയിലത്തെ ഡിന്നർ തന്നെ ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കാനായിട്ട് നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡിന്നർ ക്യാരി ചെയ്ത് കൊണ്ടുപോവാം. ഓഫീസിലെ പല ഓഫീസുകളിലും ഫ്രിഡ്ജും ചൂടാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചൂടാക്കിയിട്ടും കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുക അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് കൂടി നോക്കുക. ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ആദ്യത്തെ സമയങ്ങളിൽ, പക്ഷെ നിങ്ങളത് മാറ്റുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി അടുത്തൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആളുകളും പറയാറുണ്ട് നമ്മുടെ വീടുകളിൽ 9 മണി 10 മണി ആവുന്ന സമയത്താണ് കുക്ക് ചെയ്യുക, അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നുള്ളൊരു കാര്യം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്രയും നാള് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ഓരോ ശീലങ്ങളാണ്. ശീലങ്ങൾ മാറ്റേണ്ടത് നമ്മുടെ കടമയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത്. ശീലങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. പറഞ്ഞു തരേണ്ടത് നമ്മുടെ കടമയാണ്, പറഞ്ഞു തന്നു ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റുട്ടീൻ ചെയ്യാനേ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ രാത്രി ലേറ്റ് ആയിട്ട് ഡിന്നർ കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുത്ത മീൽ കഴിക്കാനായിട്ട് നോക്കുക. അതായത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ലഞ്ചിലേക്ക് തന്നെ പോവുക, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുമ്പളങ്ങയുടെ ജ്യൂസ് കുടിക്കാം, അല്ലെങ്കിൽ കരിക്കും വെള്ളം കുടിക്കാം, സാലഡ് പോലെയുള്ള എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക. ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക. ഡയറക്റ്റ് ലഞ്ചിലേക്ക് പോകാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരം ഉണ്ടല്ലോ, നമ്മൾ കഴിച്ച ഭക്ഷണം ഫുൾ ഡേ ഇങ്ങനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹീൽ ആവാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുന്നില്ല. ഏകദേശം ഒരു 12 മണിക്കൂർ, 14-16 മണിക്കൂറെങ്കിലും നമ്മുടെ വയറിനെ കുറച്ചൊന്ന് കാലിയാക്കിയിട്ട് വിടാനായിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് നാൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും. പക്ഷെ ഈ റുട്ടീൻ നിങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാനും പറ്റും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുന്നു പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.